ഹായ്, ബ്ലിസ് ബ്യൂട്ടി സൊല്യൂഷൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഹെയർ കളറിംഗിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഹെയർ കളറിംഗ് എന്ന് പറയുമ്പോൾ ഗ്രേ കവറേജ് ചെയ്യുന്നുണ്ട്, ഫാഷൻ കളേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ്. അതിൽ പ്രത്യേകിച്ച് ഗ്രേ കവറേജ് ചെയ്യുന്ന ക്ലയന്റ് ഫാഷൻ കളർ ചെയ്യാൻ വരുമ്പോൾ എന്നുള്ളതാണ്, അവർക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. കാരണം ഗ്രേ കവറേജ് ചെയ്യുന്ന ഹെയറിൽ ഫാഷൻ കളർ കയറാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മള് കളർ ചെയ്യാൻ വരുമ്പോ, കളർ എന്നല്ല, നമ്മളിപ്പം സ്മൂത്തനിങ് ആണെങ്കിലും സ്ട്രൈറ്റനിങ് ആണെങ്കിലും, അതായത് പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണെങ്കിലും നമ്മൾ ക്ലയന്റിന് കൺസൾട്ടേഷൻ കൊടുക്കും. കൺസൾട്ടേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നിങ്ങളുടെ ഹെയർ വെർജിൻ ആണോ, എന്ത് ഓയിലാണ് ഉപയോഗിക്കുന്നത്, ഹെന്ന കോട്ടഡ് ഹെയർ ആണോ, ഇതിനു മുന്നേ കെമിക്കൽ ഇട്ടിട്ടുണ്ടോ, അതായത് ഗ്രേ കവറേജ് ഉണ്ടോ, ഇതൊക്കെ ചോദിക്കും. എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്? നമുക്ക് അവരുടെ ആൻസറിനനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് പ്രൊഡക്റ്റ് ഉപയോഗിക്കണം, ഏത് വോളിയമുള്ള പ്രൊഡക്റ്റ് ഉപയോഗിക്കണം, ഏത് ഡെവലപ്പർ ഉപയോഗിക്കണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് അവരുടെ ആൻസർ എന്നാണ്. അപ്പൊ ചില ക്ലയൻസിന് നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എന്തോ ആൻസർ ചെയ്യാൻ അത്ര ഒരു താല്പര്യം ഇല്ലാത്ത പോലെ തോന്നാറുണ്ട്. അപ്പൊ അത് ശരിക്ക് അവർക്ക് അവരെടുക്കുന്ന സർവീസിന് 100% റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചോദിക്കുന്നത്. അതിപ്പോ നമ്മൾ മാത്രമല്ല, ഹെയർ ടെക്നീഷ്യൻസും മാത്രമല്ല, സ്കിൻ എക്സ്പേർട്സും അങ്ങനെ തന്നെയാണ്. എന്ത് പ്രൊഡക്റ്റാ നിങ്ങൾ ഉപയോഗിക്കുന്നത്, SPF ഉപയോഗിക്കുന്നുണ്ടോ, ഫേസ് വാഷ് ഏതാ ഉപയോഗിക്കുന്നത്, ഈ വക ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് തന്നെയാണ് ഓരോരുത്തരും സ്കിന്നിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് സ്കിൻ എക്സ്പേർട്സ് ആണെങ്കിലും കൊടുക്കുന്നത്. ഇന്നലെ ഇവിടെ 2 ക്ലയൻസ് വന്നു. അതില് ഞാൻ കൺസൾട്ടേഷൻ എടുത്തു. അപ്പൊ എന്നോട് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു, ഒരാള് പറഞ്ഞു ഇല്ല ഗ്രേ കവറേജ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒന്നും കൃത്യമായ ആൻസർ പോലെ 2-3 വട്ടം ഞാൻ ചോദിച്ചു. ഹെന്ന കോട്ടഡ് ഹെയർ ആണെന്ന് വെച്ചപ്പോ ഇല്ല, ഹെന്ന ഉപയോഗിക്കില്ല എന്ന്. പക്ഷെ ആ ഹെയർ കാണുമ്പോൾ തന്നെ നമുക്കതൊരു കെമിക്കലി ട്രീറ്റഡ് ഹെയർ ആണെന്ന് തോന്നി. മറ്റേ ക്ലയന്റ് പറഞ്ഞു 2 പ്രാവശ്യം ചോദിച്ചപ്പോ അവര് ഇടയ്ക്കൊക്കെ എടുക്കും, പിന്നെ അവർ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ഇത്തിരി നല്ല ബ്രാൻഡാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി അതിൽ കളർ കയറും എന്ന് മനസ്സിലായി. സെയിം അതേപോലെ തന്നെ സർവീസ് കഴിഞ്ഞപ്പം ആ കൃത്യം കാര്യം പറഞ്ഞ ആളുടെ ഹെയറിൽ നല്ല കളർ വന്നു. രണ്ടാമത്തെ ആളുടെ ഹെയറിൽ കളർ തീരെ വന്നില്ല. നമ്മൾ പ്രീ ലൈറ്റ്നർ ഉപയോഗിച്ചു. അപ്പൊ വീണ്ടും ഇതിന്റെ ഇടയിലൊക്കെ എന്റെ ക്രൂ ചോദിക്കുന്നുണ്ട്, ഇത് കെമിക്കലി ട്രീറ്റഡ് ആണോ അല്ലെങ്കിൽ ഗ്രേ കവറേജ് ചെയ്യുന്ന ഹെയർ ആണോ എന്ന് ചോദിക്കുമ്പോൾ ക്ലയന്റ് ഒരു എന്താ പറയാ, ഒരു കൃത്യമായ ആൻസർ പറയാതെ അവിടെ ഇവിടെ തൊടാതെ ട്രൂ ടച്ചപ്പ് മാത്രം വല്ലപ്പോഴും ഇങ്ങനെയൊക്കെയാ പറയണേ. അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ ആ ആൻസറിനനുസരിച്ചിട്ടാണ് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യണേ. പ്രീ ലൈറ്റ്നർ ഉപയോഗിച്ചിട്ടും റിസൾട്ട് വന്നില്ല. അപ്പൊ അത് ആ ഒരു സർവീസ് ഫ്ലോപ്പ് ആയിപ്പോയി. അത് നമുക്ക് മാത്രമല്ല, നമുക്ക് ടൈമും പ്രൊഡക്റ്റും വേസ്റ്റ് ആയി, ക്ലയന്റിന്റെയും ടൈം വേസ്റ്റ് ആവുകയാണ്. അവര് ആഗ്രഹിച്ചു വന്നിട്ട് അതിന്റെ റിസൾട്ട് കിട്ടാതെ ആകുമ്പോൾ അവരും ഓട്ടോമാറ്റിക്കലി വിഷമിച്ചു പോകുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയണത്, കഴിയുന്നതും നമ്മൾ ഹെയർ ടെക്നീഷ്യൻസും സ്കിൻ എക്സ്പേർട്സും കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ ക്ലയൻസ് ഒന്ന് സഹകരിച്ചാൽ 2 കൂട്ടർക്കും നല്ലതാണ്. ചെയ്യുന്ന സർവീസിന്റെ റിസൾട്ട് 100% കിട്ടും. ഇപ്പൊ നമ്മളാണെങ്കിലും 100% നമ്മുടെ അടുത്ത് ഒരു സർവീസിന് വരുമ്പോൾ 100% റിസൾട്ട് അവർക്ക് കൊടുക്കണം എന്ന് വെച്ചിട്ട് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇപ്പൊ നമ്മള് സാധാരണ ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോ, ഒരു അസുഖമായിട്ട് പോകുമ്പോ അവർ ചോദിക്കും എത്ര ദിവസമായി തുടങ്ങിയിട്ട്, എന്തെങ്കിലും മെഡിസിൻ എടുത്തോ, വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തോ, എന്തൊക്കെയാണ് സിംറ്റംസ് തോന്നുന്നത് എല്ലാം ചോദിക്കുമല്ലോ. അതനുസരിച്ചാണ് ഡോക്ടർ ട്രീറ്റ്മെന്റും മെഡിസിനും ഒക്കെ എഴുതുക. അതിന്റെ ഒരു ചെറിയ വിഭാഗം അത്രയേ ഉള്ളൂ. പക്ഷെ അതിന് ക്ലയൻസും കൂടി സഹകരിച്ചാലാണ് നമുക്കും ആ കൊടുക്കുന്ന സർവീസ് 100% അവർക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം പലർക്കും ഇത് എന്തിനാണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് അറിയാനിട്ടാണോ എന്നറിയില്ല. എങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, നമുക്ക് ഇത് നോക്കിയിട്ട് വേണം, നമുക്ക് ഏത് പ്രൊഡക്റ്റ് വേണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ നമ്മൾ പറയാറുണ്ട്. എങ്കിലും കൃത്യമായ ആൻസർ ക്ലയൻസ് ഒന്ന് എക്സ്പേർട്സുമായിട്ട് ഒന്ന് സഹകരിച്ചാൽ നിങ്ങൾ എടുക്കുന്ന സർവീസിന് 100% റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ എല്ലാവർക്കും ഈ ഇൻഫർമേഷൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.